അതുകൊണ്ട് 34-ാമത്തെ ദിവസം എനിക്ക് ആ നനച്ച വണ്ടി കിട്ടി. ഇതൊക്കെ എന്ത്? വിജയ് സാറിൻ്റെ മാനേജറും ഡ്രൈവറും മാനേജർ സാർ ഇറങ്ങിയിട്ട് ഇങ്ങനെ കൈ കാണിച്ചു. ഹലോ പോയി വണ്ടി കയറി പറഞ്ഞു. ഞാൻ കയറില്ല പറഞ്ഞു. പേടിക്കേണ്ട തമ്പി, കയറിക്കോ. ഈ കാറും തന്ന് വിട്ടിരിക്കുന്നതേ കൂട്ടിക്കൊണ്ടു പോകാനാ, വേഗം വാ. പോയേക്കാം. വലിയ റിസോർട്ട്, സ്വിമ്മിംഗ് പൂളൊക്കെ ഉള്ള റിസോർട്ട്, അവിടെ പോയിട്ട് ആദ്യം പോയതും ഭക്ഷണം ഓർഡർ ചെയ്തു. ഒരു ബിരിയാണി അങ്ങോട്ട് ഓർഡർ ചെയ്തു. ആ റൂമിലിരുന്ന് റെസ്റ്റ് എടുത്തോ പറഞ്ഞു. എന്നിട്ട് ആദ്യം വന്നത് വിജയ് സാറിൻ്റെ പടത്തിൻ്റെ പ്രൊഡ്യൂസറാണ്. പ്രൊഡ്യൂസർക്ക് വരേണ്ട ഒരു കാര്യമില്ല. ഈ 4ാം ക്ലാസ്സുകാരനെ കാണാൻ ഇത്രയും വിജയ് സാറിന്റെ പടം എടുക്കണ എന്റെ ഒരു കാര്യം, ഇതൊക്കെ വിളിച്ചു പറയേണ്ട വല്ല കാര്യമുണ്ടോ? ഷൂട്ടിൽ അവിടെ ഫ്രീ ആണ് പറഞ്ഞു. അങ്ങനെ അവിടെ പോയപ്പില്ല, കുറേ ക്രൗഡ് നിൽക്കുന്നു ചേച്ചിയെ, ഓടി ഒരു ഫാൻ ഷർട്ട് ഇട്ട് ഒരു ആള് മുന്നിൽ വന്നിട്ട് തോളിൽ കൂടെ കൈയിട്ട് ചേച്ചിയെ. എന്നിട്ട് എന്തിനാ തമ്പി കരയണ ചോദിച്ചു. മനസ്സ് നിറയിപ്പോ സന്തോഷ. എന്റെ കണ്ണുകൾ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്നിട്ട് കാരവനിൽ കയറി. ഇല്ല സാറ് കയറി പറഞ്ഞില്ല, തമ്പി കയറി പറഞ്ഞു. കേൾക്കാൻ നല്ല രസമുണ്ട്. കണ്ണ് കലങ്ങി നെഞ്ചും പൊട്ടിയിട്ടാണ് വിജയ് സാർ ഇരുന്നത്. ഇങ്ങനെ കൈ കാണിച്ചു. ആ മിനിറ്റിൽ തന്നെ വിജയ് സാർ ഇങ്ങനെ കൈവച്ചു. കണ്ണ് കലങ്ങിയിട്ട് അവിടെ ഇരുന്നു. പിന്നെ ഒന്നും ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.